കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിലും അവിടുത്തെ ശബ്ദം കേൾക്കാൻ, അവിടുത്തെ ആജ്ഞയനുസരിപ്പാൻ, കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, വാക്കിൽ വിശ്വസ്തൻ. അവിടുത്തെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നേ ഉള്ളൂ. വാക്കു മാറ്റിപ്പറയുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമമാണ്. അവിടുത്തെ വിടുതലുകൾ ഈ പകലും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. താഴ്ചയിൽ നമ്മെ ഓർത്ത്, വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാനൂടെ ഇന്നു പകൽ നമുക്ക് അവസരം ഉപയോഗിക്കാം. താഴ്ചയിൽ ഓർത്തത് ദൈവമാണ്. വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചത് നമ്മുടെ കർത്താവാണ്. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നതും അവിടുന്നാണ്. പൗലോസ് പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകൾ വിടുവിച്ചു, ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്ന ആ ഒരു പ്രത്യാശ എല്ലാ ദിവസവും നമ്മുടെ അകത്ത് ഉണ്ടാവണം. ഇന്ന് വിടുവിച്ചവൻ, ഇന്നലെ വിടുവിച്ചവൻ നാളെയും വിടുവിക്കും, മേലാലും വിടുവിക്കും എന്ന ഒരു പ്രത്യാശ നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാവണം. ധൈര്യത്തോട് പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാ ദിവസവും ആ ഒരു പ്രഖ്യാപനം നമ്മുടെ അകത്ത് ഉണ്ടാകുമെങ്കിൽ ശോധനകൾ വരുമ്പോഴും നമുക്ക് പറയാൻ കഴിഞ്ഞ വിശ്വാസത്താൽ തന്നെ മുമ്പോട്ട് പോകും. പിന്നെ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട നിര എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോറ്റവരുടെ ആരുടെയും പട്ടിക അവിടെയില്ല. ജയിച്ച, ഫേസ് ചെയ്ത, നേരിട്ട തൻ്റെ ജനത്തിൻ്റെ പട്ടിക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസത്തിൽ ശക്തരായിത്തീരാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരാൻ പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വിശ്വാസം, നിർവ്യാജ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാവണം. തിങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസം, ശോഷിച്ചു പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ സകലത്തെയും ജയിക്കാനുള്ള കൃപ, കരുത്ത് ദൈവം നമുക്ക് നൽകും എന്നുള്ളതിന് സംശയമില്ല. ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്ന് പകലിലും അവിടുത്തെ ആത്മാവ് വെളിപ്പെടുത്തി നമ്മെ ആദരിക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരാൻ ശക്തൻ. അല്പമായിട്ടല്ല, പൂർണ്ണമായും തീർത്തു തരാൻ എൻ്റെ ദൈവമോ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളും പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനായിരിക്കയാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാമോ? ഏതൊക്കെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കണമോ അതിന്മേലെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്, അവിടുത്തെ പ്രവൃത്തിക്ക് സ്തോത്രം ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? 2 കൊരിന്ത്യർ ലേഖനം 8-ാമത് അധ്യായം 1-ാമത് വാക്യം. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഉദ്ബോധിപ്പിക്കാൻ, അവരെ ശക്തീകരിക്കാൻ, അവരെ ബലപ്പെടുത്താൻ, അവരെ ആത്മാവിൽ ശക്തരാക്കാൻ പറയുന്ന ഒരു പ്രസ്താവന, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ.
അത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ദൈവകൃപ ലഭിച്ചാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹ പരാജയപ്പെട്ടില്ല. ആ കൃപയാൽ ജീവിക്കാനിടയായി തീർന്നു. ഇവിടെ പറയുന്നു മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. എന്താ അത് പറയാനുള്ള കാരണം? കഷ്ടതയെന്ന കഠിന ശോധന വന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. കഷ്ടതയുടെ, ശോധനയുടെ, വേദനയുടെ, വെല്ലുവിളികളുടെ പാരമ്യത്തിലൂടെ കടന്നുപോയൊരു സഭയാണ് മക്കതോന്യ സഭ. പക്ഷെ അവർ തളർന്നില്ല, ക്ഷീണിച്ചില്ല, പിന്മാറിപ്പോയില്ല, തള്ളിപ്പറഞ്ഞില്ല. കാരണം അവരുടെ അകത്ത് ദൈവകൃപയുണ്ടായിരുന്നു. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ദൈവകൃപ അകത്തുണ്ടെങ്കിൽ വാതിലടയട്ടെ. ശൂന്യത വരട്ടെ, ശോധന വരട്ടെ, കഷ്ടതയുടെ തീച്ചുള വരട്ടെ, അവിടെയും പറയണം, ഞാനായിരിക്കുന്നത് കൃപയല്ല. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വന്നാൽ എൻ്റെ ബലഹീനതയിൽ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം തികഞ്ഞു വരും കേട്ടോ. നമ്മളൊക്കെ വേദനകൾ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ, ദരിദ്ര്യങ്ങൾ വരുമ്പോൾ, ഇല്ലായ്മകൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ പതറിപ്പോയിട്ടില്ലേ? ഇവിടെ കണ്ടോ പൗലോസ്ലീഹ ഒരു സമൂഹത്തെ എടുത്ത് കാണിച്ചിട്ട് പറയുക, അവർക്ക് ധാരാളം ദൈവകൃപയുണ്ടായിരുന്നു. ഈ പകൽ മുട്ടുമടക്കി കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം ദൈവകൃപ വേണം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവകൃപയുടെ ഒരളവറ്റ ശക്തി. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. പൗലോസിനോട് പറഞ്ഞ പ്രസ്താവന മറന്നു പോകരുത്. കൃപ വന്നാൽ സകല ബലഹീനതകൾ മാറും. ദൈവത്തിൻ്റെ കൃപ വന്നാൽ സകലത്തെ ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് ലഭിക്കുകയാണ്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ എന്തു വന്നാലും പൗലോസ് എന്താ പിടിച്ചു നിന്നത്? സ്വന്തം ബലം കൊണ്ടായിരുന്നോ? സ്വന്തം അറിവ് കൊണ്ടാണോ? അതൊക്കെ പരാജയപ്പെട്ട അടിയറവ് പറഞ്ഞപ്പോഴും താൻ പിടിച്ചു നിന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, പ്രാർത്ഥനാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ, മുട്ടുമടക്കട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപ എനിക്ക് വേണമപ്പ. കൃപമേൽ കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നമ്മളെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയട്ടെ, ഇന്ന കുടുംബം, ഇന്ന വ്യക്തി ധാരാളം ദൈവകൃപയുള്ള മനുഷ്യനാണ്. കാണുമ്പോൾ അറിയാം അവൻ പിടിച്ചു നിന്നവനാ, അവൻ ഫേസ് ചെയ്യുന്നവനാ, അവൻ ചവിട്ടി മതിച്ച് മുമ്പോട്ട് പോയനാ, സകലത്തെയും ഓവർകം ചെയ്ത് വലിയൊരു ടെസ്റ്റ് മണി ഉള്ളതാണ് എന്ന് പറയണമെങ്കിൽ ദൈവകൃപ വേണം. കഷ്ടതയെന്ന ശോധന വന്നിട്ടും ഹല്ലേലൂയ അവർ ശക്തരായിത്തീർന്നു. അടുത്ത വാക്യം നോക്കണേ. പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതെയും സ്വമേധയാ കൊടുത്തു കേട്ടോ. ഇല്ലായ്മകളിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ, അക്ഷരികമായിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മീയ വെളിപ്പാട്. അകത്ത് ദൈവകൃപയുള്ളവന് മറ്റുള്ളവർക്കൂടെ പകർച്ച കൊടുക്കാൻ, മറ്റുള്ളവരെ കൂടെ ധൈര്യപ്പെടുത്തുവാൻ, കരുത്തു പകരുവാൻ, ശക്തീകരിക്കുവാൻ, മുന്നോട്ടിറങ്ങാൻ, മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഉറപ്പിച്ചു നിർത്താനുള്ള കൃപ നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരും. അതുകൊണ്ടല്ലേ പൗലോസിന് പ്രശ്നമില്ലാഞ്ഞിട്ടല്ലല്ലോ, പ്രതിസന്ധികൾ കുറവാഞ്ഞിട്ടാണോ ജനത്തെ ഉറപ്പിച്ചു നിർത്തിയത്? പൗലോസിനറിയാം തൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴങ്ങൾ. അത് വന്നപ്പോൾ ബാക്കിയെല്ലാം താൻ നെവർ മൈൻഡ് എന്ന് പറഞ്ഞ് മുൻപോട്ട് പോയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ, ധാരാളം ദൈവകൃപ. കർത്താവെ, കൃപയുണ്ടെങ്കിൽ അനേകരെ സമ്പന്നരാക്കാൻ, അനേകരെ ശക്തീകരിക്കാൻ, അനേകർക്ക് കരുത്ത് പകരാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. പരിശുദ്ധാത്മാവ് നമ്മളെ അഡ്രസ്സ് ചെയ്യട്ടെ. അവന് ധാരാളം ദൈവകൃപയുണ്ട്. കൃപയുള്ളവനാ. കൃപയുള്ളവൻ പരാജയപ്പെടില്ല.
കൃപയുള്ളവൻ എഴുന്നേറ്റ് നിൽക്കും, കൃപയുള്ളവൻ ആത്മാവിൽ നടക്കും, കൃപയുള്ളവൻ ആത്മാവിൽ വൻ കാര്യങ്ങളെ കാണും. പ്രൈസ് ദി ലോർഡ്. പൗലോസൊക്കെ വൻ കാര്യങ്ങൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ അവൻ ദർശനങ്ങൾ കാണുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ധാരാളം കൃപ ഞങ്ങൾക്ക് വേണമപ്പാ, ദൈവശക്തി ഞങ്ങൾക്ക് വേണം. ആ കൃപയില്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് വിളിച്ചു പറ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരികയാണ്. യെസ്, ആ ഗ്രേസ് നിങ്ങളുടെ മേൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഫേവർ നിങ്ങളുടെ മേൽ വരികയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യെസ്, മക്കദോന്യ സഭ ദൈവകൃപയുണ്ടായിരുന്ന സഭ, ആത്മാവിൽ ശക്തരായ സഭ, കഷ്ടതയുടെ ശോധനയിൽ പോയെങ്കിലും അവരെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകലും സകലത്തെയും ജയിക്കുന്ന, സകലത്തെയും നേരിടുന്ന, സകലത്തെയും കാൽക്കീഴാക്കുന്ന ഒരു ദൈവകൃപ, ഞങ്ങളുടെ ബലഹീനതകൾ എടുത്തു മാറ്റുന്ന ദൈവകൃപ ഇന്ന് പകലും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഒരു അസാധാരണ ദൈവശക്തി ഞങ്ങളുടെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശപ്പെടാതെ, പ്രശ്നങ്ങളെ കണ്ട് പിന്നോട്ട് പോകാതെ, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സകലത്തിന്മേലും ജയം കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാകൃപ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനറേഷൻ്റെ മേലും സ്വർഗം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മാവിൻ്റെ വലിയ പകർച്ച ഞങ്ങളുടെ പുറത്തു വരട്ടെ, ജനം വിടുവിക്കപ്പെട്ടെ, അടഞ്ഞൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെ അങ്ങയുടെ സ്പർശനം ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ അകത്ത് ധാരാളം ദൈവകൃപയുണ്ട്. ഞങ്ങൾ പതറില്ല, ഞങ്ങൾ നിരാശപ്പെടില്ല, ഞങ്ങൾ തള്ളിപ്പറയില്ല, ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും. കൃപയുള്ളവൻ ശക്തിയോടെ നിൽക്കും. മകനെ തിമോത്തിയോസേ, കൃപയാൽ ശക്തിപ്പെടാൻ പറഞ്ഞതുപോലെ ആ കൃപയാൽ ശക്തിപ്പെട്ട മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശംസിച്ചു.